ഹലോ ഹായ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് പണിയൊന്നുമില്ല കേട്ടോ. അപ്പം ഞങ്ങളൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള സ്ഥലം തന്നെയാണ്. ഇന്ന് മഴയൊന്നുമില്ല, കണ്ണ് തുറക്കാൻ പറ്റാത്ത അത്രയും വെയിലുണ്ട്. ഇതേ മനോഹരമായ ഒരു സ്ഥലം തന്നെ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോകണം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ്, നമ്മുടെ റൂമിൻ്റെ ചുറ്റുപാടും അതുപോലെ തന്നെ പ്രകൃതി രമണീയമായ സ്ഥലവും. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം കണ്ടു സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിത് പോയി ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇതേ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. റൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള സ്ഥലമാണ്. റോഡും കാര്യമൊന്നുമില്ല, മൊത്തം ഇതുപോലെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മഴയത്ത് വെള്ളമൊക്കെ കയറിയിട്ട് നല്ല അടിപൊളി കുളിക്കുന്ന സ്പോട്ടുണ്ട്. ഇതാ നല്ല കടൽ പോലത്തെ സ്ഥലം. നമ്മുടെ വിഷ്ണു ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിൽ മീനൊന്നുമില്ല, പക്ഷെങ്കിൽ നല്ല ആഴമുണ്ട് കേട്ടോ. ഇത് പണ്ട് മറ്റേ ചെങ്കല്ല് വെട്ടിയ കുഴിയാണ്, ചെങ്കൽ പണിയാണ്. അപ്പോൾ അവിടെ മൊത്തത്തിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞ് കിടക്കുന്നതാണ്. ഇവിടുന്നൊക്കെ ഇഷ്ടം പോലെ കുട്ടികളൊക്കെ വൈകുന്നേരം വന്ന് കുളിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എന്തായാലും വെള്ളം വലിയ തെളിവും കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ നീല കളറായിട്ട് മാറുന്ന ഒരു വെള്ളമാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഒരു ചെറുതായിട്ടൊരു കലക്ക് കാണുന്നുണ്ട്. ഇവിടെയൊക്കെ മൊത്തം ഓവർഫ്ലോ ആയിട്ട് ഒഴുകും. അപ്പോൾ അത് നല്ല കാറ്റും അടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ മഴയൊക്കെ പെയ്ത് നല്ല രീതിയിൽ വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കുളിക്കാം കേട്ടോ. അപ്പോൾ ഈ റൂമും ചുറ്റുപാടും ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. ഇല്ല, ഇവിടെ ഓവർഫ്ലോവിന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടോ, ഈ ഒരു ലെവലിൽ മാത്രമേ ഇവിടെ വെള്ളം നിൽക്കൂ, ബാക്കിയൊക്കെ ഈ കട്ടിങ്ങിലൂടെ എങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഇതുവഴി നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചെറിയ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കാണാം. നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് മെല്ലെ നീങ്ങാം കേട്ടോ. നമ്മളെയും വെയിറ്റ് ചെയ്ത് നമ്മുടെ പടക്കുതിര അവിടെ എപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. ഫുൾ ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് ഇതുവഴി ഇങ്ങനെ ബൈക്ക് ഓടിച്ച് പോവാൻ. ആകെ 1 ലിറ്റർ പെട്രോൾ അടിച്ചിട്ടുള്ള പോക്കാണേ. അപ്പോൾ ഇവിടെ സൈഡാവൊന്നും അറിയില്ല. നല്ല നല്ല പാറക്കെട്ടായിട്ടുള്ള സ്ഥലങ്ങളാണ്. അത് മാത്രമല്ല മൊത്തം പച്ചപ്പുള്ള ഏരിയയും. ഈ മരത്തിന്റെ ചുവട്ടിലൊക്കെ പോയി ഇരുന്ന് കാറ്റ് കൊള്ളാനൊരു പ്രത്യേക സുഖമാണ്. അവിടെ ഇരിക്കുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട്. ഞങ്ങളധികവും റെസ്റ്റൊക്കെ എടുക്കാറുള്ള സ്ഥലമാണ്. ഞാൻ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഇരിക്കാറുള്ള സ്ഥലം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നില്ല, നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇവിടെ മാത്രം കണ്ടോ ചെറിയൊരു തണലൊക്കെ ആയിട്ട് അടിപൊളി ഒരു സ്ഥലം തന്നെയാണ്. നമ്മുടെ വിഷ്ണു നമ്മളെ അങ്ങോട്ട് ഇങ്ങനെ കറങ്ങി അടിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ മുകളിൽ വേറെ ഒരു ചെങ്കൽ കോറിയുണ്ട്. അവിടെയും നല്ല ഇതുപോലെ അടിപൊളി കുളിക്കുന്ന സ്ഥലമുണ്ട്. ഇതേ കണ്ടോ, ഇവിടെ നല്ല പച്ചപ്പ് കലർന്ന തെളിഞ്ഞ വെള്ളമാണ്. ഇവിടുന്നൊക്കെ കുട്ടികൾ കുളിക്കാറുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല ആഴമുണ്ട്. അപ്പം മഴ ഒന്നുകൂടി പെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഒന്നുകൂടി നിറഞ്ഞു കവിയും. അവിടേക്ക് ഓരോരോ വീടുകളൊക്കെ വരുന്നത് കാണാം. മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം പച്ചപ്പാണ്. നേരെ വേനൽക്കാലമായി കഴിഞ്ഞാൽ മൊത്തം വരണ്ട പ്രദേശം. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. അപ്പോൾ നമ്മളൊരു പച്ചപ്പ് നിറഞ്ഞ ഒരു മൈതാനത്തിലൂടെയാണ് വണ്ടി ഓടിച്ച് പോകുന്നത്. ഇങ്ങോട്ടൊന്നും നമ്മൾ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയാണ്, മൊത്തത്തിൽ ഫോറസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതാ ആ തണലത്തോട്ട് വണ്ടി ഉണ്ടാകും. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണ്. ഇതേ താഴോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ ഇവിടെ നല്ലൊരു തണലുള്ള സ്ഥലമുണ്ട്. സ്റ്റോപ്പ്. അപ്പോൾ സുഹൃത്തുക്കൾ, ഇതാണ് നമ്മുടെ റൂമിൻ്റെ മുന്നിലുള്ള വട്ടിപ്പടവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെയുള്ള കാഴ്ച ഇതൊരു മിനി ഊട്ടി പോലത്തെ ഒരു സ്ഥലമാണ്. മഴക്കാലത്ത് എവിടെ നോക്കിയാലും പച്ചപ്പ്, അധികം ആളുകളും വീടുകളും ഒന്നും തന്നെ ഇല്ല. എൻ്റെ ഫ്രണ്ടിലായിട്ട് നോക്കി കണ്ടോ, അടിപൊളി പച്ചപ്പ്. എവിടെ നോക്കിയാലും പച്ചപ്പ്, പച്ചപ്പുല്ല്, വലിയ സുന്ദരമായൊരു സ്ഥലം. നമ്മളിനി ഇവിടെ ഒരു കാടൊക്കെ കാണുന്നുണ്ട് കണ്ടോ.
ഇവിടെ മൊത്തം കാടാണ്. താഴോട്ടൊക്കെ മുകളിൽ റബ്ബർ തോട്ടമൊക്കെ കാണുന്നുണ്ട്. ഇടതൂർന്ന മാനാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വെറുതെ ചുമ്മാ ഈ കാട്ടിലോട്ടൊന്ന് ഇറങ്ങി നോക്കണം. പക്ഷേ ഇതുവഴി ഇറങ്ങാൻ പറ്റില്ല. ഇവിടെയൊക്കെ നല്ല ഹൈറ്റാണ്. അവിടെയൊക്കെ നല്ല വൈബ് സ്ഥലമാണ് കേട്ടോ. നമുക്കിനി ഇതുവഴി നേരെ കറങ്ങി മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അതേ ഒരു ആൺമയിൽ ഇതുവഴി ഓടി നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം. അടിപൊളി ഭംഗിയാണ് കേട്ടോ. ഇവിടെ പോയി ഇവിടെ ഉണ്ടായിരുന്നു. താഴോട്ട് പോയി കാണും. ദേവൻ കണ്ടോ. ഓ ഇത് പോയി തുള്ളി ഇങ്ങോട്ടേക്ക് തുള്ളി കേട്ടോ. ഇങ്ങോട്ടൊന്നും ഇറങ്ങണ്ടേ. ഞാൻ മയിലും ഇതാ ഇവിടെ വരുന്നുണ്ടേനോടാ. എന്ത് രസനും കാണേ. ഇവിടെയൊക്കെ മൊത്തം ഒരു വൈബ് റോഡാട്ടോ മൊത്തം. എന്നാലും മയിലങ്ങോട്ട് പോയി. മയിൽ കാട്ടിനുള്ളിൽ എവിടെയോ പോയി കേട്ടോ. നല്ല അടിപൊളി ലുക്കായിരുന്നു. നല്ല വെയിൽ കൊണ്ട് ദേ പോന്നു സുഹൃത്തുക്കളെ. ആ കൂടി ഒരു സാധനം ഓടുന്നുണ്ടോ. അതാ ദേ പറന്നു അങ്ങോട്ട് പറന്നു കേട്ടോ. അങ്ങോട്ട് പറന്നു പോയി. അപ്പോൾ നമ്മുടെ വിഷ്ണു ഇതേ താഴോട്ട് ഇറക്കിയതാണ്. ഈ അടിപൊളി സ്ഥലമൊക്കെ കണ്ട് ഒന്ന് സെറ്റായതാണ് കേട്ടോ. നമുക്ക് കിട്ടിയില്ല. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് വേറെ ഏതെങ്കിലും മയിലുണ്ടോ നോക്കാം. കാരണം ഈ സ്ഥലത്ത് ഒരുപാട് മയിലുകളുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ മയിലുകൾ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളി ഒരു വൈബ് തന്നെയാണ് കേട്ടോ. ഇങ്ങോട്ടാ പോവാ. നേരെ പോയാലോ. നേരെ പോയിട്ട് ഇങ്ങോട്ട് പോയാൽ തരാം. അപ്പോൾ സുഹൃത്തുക്കളെ കൺഫ്യൂഷൻ വന്നു കേട്ടോ. ലെഫ്റ്റോ റൈറ്റോ പോകണമെന്നുള്ളത്. അപ്പോൾ ഞങ്ങളെന്തായാലും ഇത് റൈറ്റ് കയറി പിടിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ മൊത്തം വേസ്റ്റാണ്. അതാണ് നമ്മുടെ ഈ ഒരു ഏരിയനെ പറ്റിയിട്ട് നമ്മുടെ പട്ടിപ്പടത്തെ ഇവിടെയൊക്കെ നോക്കി നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അവിടെയൊക്കെ മൊത്തം വേസ്റ്റ് കൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി കണ്ടോ. ഒറ്റപ്പെട്ട നല്ല സ്ഥലങ്ങൾ, നല്ല ഇടതൂർന്ന റോഡ്. ഇവിടെയൊക്കെ ഒരു തറയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ വീടും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എങ്ങോട്ടാ പോന്നേ. ഇവിടെ ഒരു അടിപൊളി വ്യൂ കാണുന്നുണ്ട്. അപ്പൊ വണ്ടി എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കിയാൽ കൊള്ളാമായിരുന്നു. ഇനി ബ്രേക്ക് ഉണ്ടോ എന്നൊന്നും അറിയില്ല. വണ്ടി ഇവിടെ നിർത്തു. അപ്പൊ സുഹൃത്തുക്കളെ ഏതെല്ലോ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരു മലയുടെ മുകളിലാണ്. നല്ല അടിപൊളി കാറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേ ഇവിടെയൊക്കെ പശുക്കളൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. പുല്ല് തിന്നാൻ വേണ്ടിയിട്ട്. ഇടിപെട്ട് സ്ഥലമാണ്. പക്ഷെ ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് കാണുന്നുണ്ട്. എന്നാലും നമ്മുടെ മയിലിനെ വീഡിയോയിൽ കിട്ടിയില്ല. അടിപൊളി ഒരു രസം തന്നെയായിരുന്നു കേട്ടോ. തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ മയിൽ വെയിലൊക്കെ കൊണ്ടിട്ട്. നമ്മളൊരു വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുവഴി നടക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ ഇവിടെ താഴെ മൊത്തം കൊല്ലിയാണ്, കാടൊക്കെയാണ്. ഇവിടെയുള്ള വ്യൂ കണ്ടോ. ഒരു അടിപൊളി വ്യൂ. ഇവിടെയൊക്കെ എന്തൊക്കെയോ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ മോർത്താന നിന്ന് വട്ടിപ്പടവിലേക്കുള്ള റോഡ് ഏതാണ്ടത് അതുവഴിയാണ് ഇങ്ങനെ ഈ മലയുടെ അപ്പുറത്തു കൂടിയാണ് കടന്നു പോകുന്നത്. ഈ കാണുന്ന സാധനം നമ്മുടെ ഉപ്പളയുള്ള ഫ്ലാറ്റ് ഇവിടെ കാണാം. ഇവിടെ നോക്കിയാൽ നമ്മുടെ ഉപ്പളയുള്ള ഫ്ലാറ്റ് കാണാം. കണ്ടോ, ദൂരെയായിട്ട് നമ്മുടെ ഉപ്പളയുള്ള ഫ്ലാറ്റാണ് കാണുന്നത്. ഇവിടെയൊക്കെ മനോഹരമായ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. വെള്ള കളർ, ഈ കാണുന്ന മൊത്തം വെള്ള കളർ പൂക്കളാണ്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോവാണ്. ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത്. ഇതുപോലെയുള്ള ലീവും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റൂ. ഇവൻ്റെയും കണ്ണ് കണ്ടാൽ അറിയാം നല്ല വെയിലാണ്. ഇത് നോക്കി, ഇടിവെട്ട് വെയിലാണ്. ഇന്ന് തീരെ മഴയില്ല. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. നല്ല കണ്ണിലേക്ക് വെയിൽ കുത്തി കയറിയിട്ട്. അപ്പോൾ നമ്മളെ പടക്കുതിരുതേ ഇവിടെ കിടപ്പുണ്ട്. ഇവനെയും കൊണ്ടാണ് യാത്ര. അവിടുന്ന് 1 ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ട് ഇറങ്ങിയതാണ്.
ഇനിയിപ്പോൾ ഓഫായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി തള്ളുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വളക്കണം, കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ. എന്താ നിൽക്ക് ഞാൻ ഇറങ്ങാം. അപ്പോൾ വണ്ടി അതാ മന്ദം വളച്ചും തിരിച്ചൊക്കെ പോകുന്നുണ്ട്. ഒരാളും മനുഷ്യനില്ലാത്ത ഒരു ഏരിയ. അതാ ഓഫാക്കി കാറ്റ് ഇറക്കി ഷാർട്ടാക്കി. അതിനിപ്പം കിക്കറൊക്കെ അടിച്ചാൽ ഷാർട്ടായി. അടി ഒറ്റ അടിക്ക് ഷാർട്ടായി കേട്ടോ. വിട്ടോ. അപ്പോൾ നമ്മൾ ഇനി താഴോട്ടുള്ള റോഡ് നേരത്തെ നമ്മൾ ലെഫ്റ്റും റൈറ്റും കൺഫ്യൂഷൻ ആയിരുന്നു. ഇനി അങ്ങോട്ടൊന്ന് പോയി നോക്കണം, അവിടെ എന്തൊക്കെയാണ് കാഴ്ചകളൊക്കെ കാണാനുള്ളത് നമുക്ക് നോക്കാം. ഇവിടെയൊക്കെ അടിപൊളി സ്ഥലം കേട്ടോ. ഈ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഒരു കസേര ഇട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വേറൊന്നും വേണ്ട, വൈകുന്നേരം വരെ അവിടെ കിടന്ന് ഉറങ്ങാം. അപ്പോൾ നമ്മൾ നേരത്തെ അപ്പുറത്തുള്ള റോഡ് കയറിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പോകണം എന്ന് വിചാരിച്ച റോഡ്. ഇവിടെയൊക്കെ നല്ല ഇടിപെട്ട് പച്ചപ്പാണ്. ഊട്ടിയെ വെല്ലുന്ന തരത്തിൽ കുറച്ച് കോടമഞ്ഞിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരു ഊട്ടി വൈബാണ് കേട്ടോ. അതെ, ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ് തിരിച്ചെടുത്തു. ഇവിടെ വീടും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞത്. ഇവിടെയൊക്കെ വീടൊക്കെ കാണുന്നുണ്ട്, ഒറ്റ വീടേ ഉള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, താഴോട്ട് പോകുന്നതോറും വലിയ വൈബൊന്നും ഇല്ലെന്ന് തോന്നുന്നത് കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുകയാണ്. കാരണം ഈ വണ്ടി തള്ളിക്കാറ്റാനൊന്നും പറ്റൂല. അങ്ങനെ വണ്ടി വളച്ചോ, ഇല്ലെങ്കിൽ എണ്ണ തീർന്നു. സ്റ്റോപ്പ്. ഏതൊക്കെയോ കാട്ടിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ മൊത്തം വിജനമായ വഴികളാണ്. അതാ ഇവൻ ഓഫാക്കി വണ്ടി. ചേട്ടാ മൊത്തം കാട് പിടിച്ച ഏരിയകളാണ്, ഇരുട് പിടിച്ച ഏരിയ. ചേട്ടായി അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് വിടാം. ഇവിടെ കാര്യമായിട്ടുള്ള മോനെ സുഹൃത്തുക്കളെ, 3 തവണ ഇവനിപ്പോൾ ഓഫാക്കുന്നത്. ഞാൻ വണ്ടി കയറുക, ഇവൻ വണ്ടി ഓഫാക്കുക, പിന്നെ ഷാർട്ടാക്കുക, വണ്ടി കയറുക. എണ്ണ ഓണാക്കി വണ്ടിയിൽ. അപ്പോൾ വണ്ടീനെ കുറ്റം പറഞ്ഞ കാര്യമില്ലായി. ഇപ്പം പെട്രോൾ ഓണാക്കിയതാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എങ്ങനെ സ്റ്റാർട്ടാവണേ? ഇത്ര നേരം ഓടിയത് തന്നെ നമ്മളെ ഭാഗ്യം കൊണ്ടാണ്. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്ഥലം നമുക്ക് ഈ മലയുടെ മുകളിൽ കയറിയിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്കുള്ള നോക്കാം. അപ്പോൾ നമ്മൾ അവിടുത്തെ കാര്യം മലയുടെ മുകളിലെത്തിയത്. ഇവിടെയൊക്കെ പോത്തിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ മലേൻ്റെ മുകളിൽ എന്തിനാണ് പോത്തിനെ കിട്ടിയതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം പോത്തധികം വെള്ളത്തിലാണ് കാണാറുള്ളത്, അതുകൊണ്ടാണ്. അപ്പോൾ മൊത്തം ഒറ്റപ്പെട്ട വഴികളിലൂടെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവിടെ നിന്ന് എടുത്തോട്ട് ഇവിടെ കന്നഡയിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് കന്നഡ അറിയാത്തത് കൊണ്ട് പിന്നെ ഞാനത് പറഞ്ഞു തരുന്നില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതാ ലെഫ്റ്റ് കയറി എങ്ങോട്ടോ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒന്നും ഒരാളെയും പോലും കാണാനില്ല എന്നാണ് സത്യം. ഇത് ഫ്രണ്ടിലുള്ള വഴികളൊക്കെ നോക്കി മൊത്തം ഒരു 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 ഹലോ എടാ റോഡില്ലടാ. അയ്യോ ചേട്ട് ഇത് നിൽക്കൂല. ബ്രേക്ക് പിടിക്ക്, താഴത്തിന് നിർത്താ, ഫസ്റ്റിലിട്ടെടുക്ക്. അങ്ങോട്ട് ഒന്നുമില്ല കേട്ടോ. ഇവിടുന്ന് വണ്ടി വളച്ചു. എൻ്റെ ഞാൻ ഇറങ്ങാം. സുഹൃത്തുക്കളെ, ഇവൻ ഡേഞ്ചറായിട്ട് വണ്ടി ഓടിച്ചിട്ട് ഓടിക്കാണ് കേട്ടോ. ഒരു തരത്തിൽ ഈ കാര്യം വന്നിട്ടുണ്ട്. പോയി ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഇവിടെ എത്തി നോക്കുമ്പോൾ റോഡില്ല, റോഡ് കഴിഞ്ഞു. പിന്നെ മൊത്തം ഓഫ് റോഡാണ്. അങ്ങോട്ട് പോയാൽ നമ്മൾ ചിലപ്പോൾ ഊരി വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത് പോകുന്ന വഴിക്ക് നമുക്ക് നല്ല സ്ഥലം കാണാൻ പറ്റുമോ, അഥവാ നമ്മുടെ മയിലിനെ കാണാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പം ഞങ്ങൾ പോയിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ മട്ടിപ്പറവ് സ്റ്റീൽ ഫാക്ടറിയുടെ അടുത്ത് കൂടിയാണ്. മലബാർ അങ്ങനെ എന്താ മലബാർ സ്പാർക്ക് ലിമിറ്റഡ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഇത് 2 സൈഡിലുണ്ട് കേട്ടോ. നീല ഷീറ്റൊക്കെ ആ ഫാക്ടറിയുടെ ഭാഗമാണ്. അവൻ ഈ സൈഡിലൊക്കെ ഉണ്ട്. ഇവിടെ കാട് പിടിച്ചതുകൊണ്ട് കാണുന്നില്ല. ഇതൊക്കെ ഇവരുടെ റൂമുകളാണ്, പണിക്കാർക്ക് നിൽക്കേണ്ട റൂമുകൾ.
നമ്മളെന്തായാലും ഇത് അടുത്ത നമ്മുടെ പ്ലാന്റിന്റെ മുന്നിലൂടെ ഉള്ളൊരു വഴിയുണ്ട്, അതെവിടെ എത്തുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ കഷ്ടപ്പെട്ട് ഇങ്ങനെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിഷ്ണു ഇങ്ങോട്ട് എന്തോ കുളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. ഇവിടെ കുളമില്ല, ഒന്നുമില്ല, കുറച്ച് 2-3 വീടുകൾ മാത്രമേ ഉണ്ട്. അപ്പം എന്തായാലും നമ്മൾ നേരത്തെ പോയതിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു കുളം ഉണ്ട് കേട്ടോ ശരിക്കും. അപ്പം നമുക്കതൊന്ന് കണ്ടുപിടിക്കണം, നമുക്കിന്ന് തപ്പി നടക്കാം. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല എന്ന് വേണം പറയാം. അപ്പം ഏതാണ്ട് കയറ്റം കയറി മുകളിൽ തന്നെ നമ്മുടെ പാഷൻ പ്ലസ് വലിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ പോവാണ് മുമ്പ്, കാരണം അതേപോലുള്ള കാറ്റാണ്. ഇതേ കയറി ഇത്രയും വലിയ കാറ്റും കയറി നമ്മൾ മുകളിലെത്തി. അപ്പോൾ നമ്മൾ അടുത്തൊരു റോഡ് കയറിയിട്ടുണ്ട്. അപ്പുറം ഇപ്പുറം നല്ല പച്ചപ്പായ സ്ഥലം, നടുവിലൂടെ ഒരു നല്ല ശാന്തമായ റോഡ്. അപ്പം അതുവഴി ഞങ്ങളിങ്ങനെ പോവാണ്. ആ കാണുന്നതാണ് നമ്മുടെ സ്റ്റീൽ ഫാക്ടറി. നമ്മൾ നേരത്തെ കാണിച്ച മലബാർ മറ്റേ സ്റ്റീൽ ഫാക്ടറി ഇല്ലേ, ആ സാധനമാണ് ആ ഫ്രണ്ടിലായിട്ട് കാണുന്നത്. വലിയ സ്റ്റീൽ ഫാക്ടറി ആണ് കേട്ടോ. സുഹൃത്തുക്കളെ, എവിടെയും റോഡ് ഏതാണ്ട് പണി പാളിച്ചിട്ടുണ്ട്. താറൊക്കെ ചെയ്തിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. പക്ഷെങ്കിൽ ഇപ്പം മൊത്തം ഓഫ് റോഡായി മാറിയിട്ടുണ്ട്. ഒരു ഡേഞ്ചറസ് റോഡാണ് കേട്ടോ. മെല്ലെ മെല്ലെ പതിയെ ഞങ്ങളത് ഇങ്ങനെയല്ലോ റിസ്ക് എടുത്തത്. ഇതുവഴി വെള്ളമൊക്കെ പോകുന്ന നല്ല അടിപൊളി സ്ഥലമാണ്. വീണ്ടും ഇറക്കാണ് കേട്ടോ. നമ്മൾ എങ്ങോട്ടാ പോകുന്നതിന് ഭഗവാന് മാത്രമേ അറിഞ്ഞുള്ളൂ, നമുക്കൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് വണ്ടി ഒന്നും പോകാത്ത സ്ഥലമാണ്. എന്തായാലും ഇതേ ഈ റോഡ് കണ്ടാൽ അറിയാം, മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. ഭഗവാനെ, വണ്ടി വളക്കാനുള്ള സെറ്റപ്പ് ഇല്ല. റോഡ് തീർന്നില്ലേ, ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമുണ്ടോ? ഇല്ലാലോ. താഴോട്ട് നോക്കണം. ആണോ ഡേഞ്ചർ അല്ലേ? അല്ലേ, ഒന്ന് താഴോട്ട് പോയിട്ട് വളർന്ന് വളച്ചു ബസ്സിലിട്ടറിയോ ഇവിടെ? അല്ല, ഇവിടെയൊക്കെ നല്ല റബ്ബർ തോട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ റിസ്ക് എടുത്ത് താഴോട്ട് ഇറക്കാന്ന് വിചാരിച്ചു. താറിട്ട റോഡാണ്, പക്ഷെങ്കിൽ വണ്ടിയൊന്നും പോകാത്ത റോഡ്. താറിട്ട റോഡ് ഇവിടം വരെ ഉള്ളൂ. വീടുണ്ട് അതായ. ആ, അപ്പം ഇനി വണ്ടി വളക്കാം. ഇതിൻ്റെ താഴെ കേട്ടോ കുളമുള്ള അല്ലേ? ചുമ്മാ അടിച്ചിറക്കിയതാ. അപ്പോൾ സുഹൃത്തുക്കളെ, അടിച്ചിറക്കിയതാ. ഇവിടെ എവിടെയോ ഈ കാട്ടിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു കുളമുണ്ട്, നല്ല അടിപൊളി കുളമാണ്. ഇനി നമുക്ക് എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെ വണ്ടി നമ്മളെങ്ങനെയല്ലോ വളച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല ഫുള്ള് റബ്ബർ തോട്ടങ്ങളാണ്, അതിമനോഹരം. ഇതൊക്കെ ചെത്തുള്ള റബ്ബർ തോട്ടമാണ് കേട്ടോ. ഇവിടെയൊക്കെ മറ്റേ കപ്പൊക്കെ വെച്ചിട്ടുണ്ട് റബ്ബർ തോട്ടത്തിന്. ഇനിയിപ്പോൾ ഈ ചെങ്കുത്തായ കാറ്റുണ്ട്, കയറ്റം കണ്ടോ, നല്ല കയറ്റാണ്. നമുക്ക് ഫോണിൽ അങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അയ്യോ, പോല കട്ട വെക്കണോ? നല്ല വണ്ടി ഇട്. പോട്ടെ വലിയ വണ്ടി പോട്ടെ. പേസം വളർച്ച ഒരു പുലിയാണ് കേട്ടോ, പണ്ടത്തെ പുപ്പുലിയാണ്. ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മൂപ്പർ ഫ്രണ്ടും പൊക്കി അങ്ങ് പോയിക്കോളും. നമ്മളെന്തായാലും ഈ ഇറങ്ങിയ കാറ്റും വീണ്ടും അങ്ങോട്ട് കഷ്ടപ്പെട്ട് കാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുളം ഉള്ള സ്ഥലം നമ്മുടെ റൂമിൽ ആരെങ്കിലും ഇവിടെ നമുക്ക് ചോദിച്ചു നോക്കണം, എന്നിട്ട് അത് കണ്ടുപിടിക്കണം. അപ്പോൾ ഞങ്ങൾ ഒരുപാട് സ്ഥലം കാണിക്കുന്നത് കണ്ടോ, റോഡില്ലാത്ത സ്ഥലത്ത് കൂടി വരെ നമ്മൾ വണ്ടി എടുത്ത് റിസ്ക് എടുത്ത് മെല്ലെ റിസ്ക് എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ഉരുളം കല്ലാണ് ഇവിടെയൊക്കെ. അങ്ങനെ ഒരു വിധം ഞങ്ങൾ റോഡിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. ഇവിടെയൊക്കെ മൊത്തം താറൊക്കെ കഴിഞ്ഞാണ് കേട്ടോ എല്ലായിടത്തും. പക്ഷെങ്കിൽ എന്തിനാ ഈ റോഡ് ഒന്നും ഒരു ഐഡിയ ഇല്ല. ചിലപ്പോൾ റബ്ബർ മരങ്ങളൊക്കെ എന്തോ കൊണ്ടുപോകാനോ വളം കൊണ്ടുപോകാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. അപ്പം നമ്മളിനി അടുത്ത സ്ഥലം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. നമ്മുടെ വിഷ്ണുവാണ് ഇന്നത്തെ നമ്മുടെ സാരഥി. ഞാൻ ക്യാമറ എടുത്ത് ഫോണും എടുത്ത് ബാക്കിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 പണിയും എനിക്ക് നടക്കാത്തത് കൊണ്ടാണ് വിഷ്ണു ഡ്രൈവറായി മാറിയത്. ഇതൊക്കെ നമ്മുടെ പ്ലാന്റിൻ്റെ മതിലാണേ കേട്ടോ. നമ്മുടെ പ്ലാന്റിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇതൊക്കെ കാറ്റിലടിച്ചിട്ട് തകർന്നു പോയ കുറച്ച്
ഇതാണ്. അതപ്പോൾ ശരിയാക്കണം. അതുപോലെ മരത്തിൻ്റെ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. കറങ്ങി നമ്മുടെ പോസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ നമ്മുടെ പച്ചപ്പായ നല്ല അടിപൊളി കാറ്റൊക്കെ അടിക്കുന്നത്, ഇപ്പോഴും നല്ല കാറ്റടിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കാറ്റിൻ്റെ സൗണ്ട് കൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ സാധ്യതയില്ലാതെ നിൽക്കുന്നുണ്ടാവും. കണ്ടോ, മനോഹരമായൊരു സ്ഥലം തന്നെയാണ്. ഇവിടെ നല്ല തണലുണ്ട്. ഈ ഇലകളൊക്കെ ഇങ്ങനെ ഇളകുന്നത് കണ്ടാൽ മനസ്സിലാവും നല്ല കാറ്റാണ്, നല്ല തണുത്ത കാറ്റ് കേട്ടോ. അപ്പോൾ വിഷ്ണു ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അതേപോലെ ഇനി കുറച്ച് സമയം ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ പോവാണ്. റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര മുഷിപ്പായത് കൊണ്ട് ഇറങ്ങി നടന്നതല്ല, നടക്കണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഒരു ബൈക്ക് ഉള്ളപ്പോൾ അതും എടുത്തിട്ട് ഇങ്ങോട്ടൊക്കെ വന്നു. എവിടെയും ഇല്ല, റൂമിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിൽ മാത്രമാണ് നിങ്ങൾ ഈ കണ്ട കാഴ്ചകൾ മൊത്തം. അപ്പം നമ്മൾ കുറേ സമയം ഇവിടെ ഇരിക്കുകയാണ്. നല്ല അടിപൊളി കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കാറ്റും കൊണ്ട് കുറേ നേരമായി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ റൂമിലോട്ട് പോകണം, ഫുഡൊക്കെ കഴിക്കണം. നല്ലൊരു രസമാട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. വിടുവാ